ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഗെയിം തിയറിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗെയിം തിയറി എന്താണ്, ഗെയിം എന്നുള്ളത് കണ്ടു, എന്താണ് പ്ലേയേഴ്സ് എന്നുള്ളത് കണ്ടു. നമ്മളൊരു ഗെയിമിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊരു പേ ഓഫ് ടേബിൾ ആണ്, പേ ഓഫ് മാട്രിക്സ് ടേബിൾ ആണ്. സോ ഇതിൽ ഫേം എ ഉണ്ട്, ഫേം ബി ഉണ്ട്. ഫേം എ ഒരു ഒഫൻസീവ് പ്ലെയർ ആണെന്ന് നമുക്കറിയാം. ഫേം ബി ഒരു ഡിഫൻസീവ് പ്ലെയർ ആണെന്ന് നമുക്കറിയാം. ഇതൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. നിങ്ങളുടെ ആൻസർ ഇതാണ്. ഫേം എക്ക് 4 സ്ട്രാറ്റജീസ് ആണുള്ളത്. ഫേം ബിക്ക് 5 സ്ട്രാറ്റജീസ് ഉണ്ട്. ഇതിൽ ഫേം എയുടെ ഒപ്റ്റിമം സ്ട്രാറ്റജി ഫേം എ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാക്സി മിൻ എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ്. സോ ഓരോ റോയിലെയും മിനിമം വാല്യൂകൾ എടുക്കുന്നു, അതിലെ മാക്സിമം വാല്യൂ ഏതാണെന്നുള്ളത് കണ്ടെത്തുന്നു. ദാറ്റ് വിൽ ബി ദി മാക്സി മിൻ വാല്യൂ, ദാറ്റ് ഇസ് 6. 6 എന്ന് പറയുന്ന ഔട്ട്പുട്ട് തരുന്ന സ്ട്രാറ്റജി ഏതാണോ അതാണ് ഫേം എയുടെ ഒപ്റ്റിമം സ്ട്രാറ്റജി. ഈ 3 ആണ് ഫേം എയുടെ ഒപ്റ്റിമം സ്ട്രാറ്റജി. ഇനി ഫേം ബി അവരുടെ ഒപ്റ്റിമം സ്ട്രാറ്റജി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? മിനിമാക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ്. മിനിമാക്സ്, അതായത് ഓരോ കോളത്തിലെയും മാക്സിമം വാല്യൂസ് എടുക്കുന്നു, അതിലെ മിനിമം വാല്യൂ കണ്ടെത്തുന്നു. സോ മിനിമം വാല്യൂ 6 ആണ്. സോ മിനിമാക്സ് വാല്യൂ ഈസ് 6. സോ ഇവിടെ മാക്സിമിനും മിനിമാക്സും ഒന്നാണ്. ഇവിടെ പ്ലെയർ ബിയുടെ ഒപ്റ്റിമം സ്ട്രാറ്റജി ഈ 6 തരുന്ന സ്ട്രാറ്റജി ഏതാണോ അതാണ് optimum strategy, that is B3. Okay, so in this game firm A plays with its optimum strategy A3 and firm B plays with the strategy B3. Okay, throughout the game മുഴുവനും ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടായിരിക്കും. ഫേം A3 ആണ് ഉപയോഗിക്കുക, ഫേം B3 ആണ് ഉപയോഗിക്കുക. The saddle point is 6 and the value of the game is 6. വാല്യൂ ഓഫ് ദ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ഔട്ട്കം. ഈ കളി കളിച്ചു കഴിഞ്ഞാൽ ഫേം എക്ക് 6 ഗെയിൻ കിട്ടും. അപ്പോൾ ഫേം ബിയുടെ ലോസ് 6 ആയിരിക്കും. സോ ഫേം എക്ക് 6 ഗെയിനും ഫേം ബിക്ക് 6 ലോസുമാണ് ഇതിൽ കിട്ടുക. നമുക്കറിയാം പേ ഓഫ് ടേബിൾ എപ്പോഴും ഫേം എയുടെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും, ഒഫൻസീവ് പ്ലെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും. സോ ഒഫൻസീവ് പ്ലെയറിന് കിട്ടുന്ന ഗെയിനുകളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ 6 വാല്യൂ എന്ന് പറഞ്ഞാൽ ഫേം എക്ക് കിട്ടുന്ന ഗെയിനാണ് 6. അപ്പോൾ 6 ഗെയിൻ ഫേം എക്ക് കിട്ടുകയാണെങ്കിൽ ഫേം ബിക്ക് 6 ലോസ് സംഭവിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ വിന്നർ ഓഫ് ദിസ് ഗെയിം ഈസ് ഫേം എ. ഇൻ ദിസ് ഗെയിം ഫേം എ ഗെയിൻ 6 വൈൽ ഫേം ബി ലൂസസ് 6. അത്തരം ഒരു ഗെയിമിനെ നമ്മൾ പറയുന്ന പേരാണ് സീറോ സം ഗെയിം. ഇതൊരു സീറോ സം ഗെയിമാണ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് സീറോ സം ഗെയിമാണ്. ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾ തോൽക്കും. അതാണ് ഗെയിമുകളുടെ പ്രത്യേകത. അത്തരം ഗെയിമുകളെയാണ് നമ്മൾ സീറോ സം ഗെയിം എന്ന് പറയുന്നത്. ഇവിടെ പോസിറ്റീവ് 6 ഫേം എയുടെ ഗെയിൻ, അപ്പോൾ -6 ഫേം ബിയുടെ ഗെയിൻ ആണ്. -6 എന്ന് പറഞ്ഞാൽ ലോസ്. സോ തട്ടിക്കിച്ച് കഴിഞ്ഞാൽ 0 ആയിരിക്കും. അതിനെയാണ് നമ്മൾ സീറോ സം ഗെയിം എന്ന് പറയുന്നത്. 2 മാർക്കിന്റെ ചോദ്യമായിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ത്രൂ ഔട്ട് ദിസ് ഗെയിം ഫേം എ ആൻഡ് ഫേം ബി പ്ലേ വിത്ത് സിംഗിൾ സ്ട്രാറ്റജി. ഫേം എയും ഫേം ബിയും ഒരൊറ്റ സ്ട്രാറ്റജിയുമായിട്ടായിരിക്കും ഈ ഗെയിം മുഴുവൻ കളിക്കുന്നത്. ഫേം A3 എന്ന് പറയുന്ന സ്ട്രാറ്റജിയും ഫേം B3 എന്ന് പറയുന്ന സിംഗിൾ സ്ട്രാറ്റജി വെച്ചിട്ടായിരിക്കും ഈ ഗെയിം മുഴുവൻ കളിക്കുന്നത്. ആൻഡ് സച്ച് സ്ട്രാറ്റജി ഈസ് കോൾഡ് പ്യുവർ സ്ട്രാറ്റജി. അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്യുവർ സ്ട്രാറ്റജി. ഫേം എയുടെ പ്യുവർ സ്ട്രാറ്റജി A3 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേം എ ഗെയിം മുഴുവനും A3 എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടായിരിക്കും കളിക്കുന്നത്. A1 ഉപയോഗിക്കില്ല, A2 ഉപയോഗിക്കില്ല, A4 ഉപയോഗിക്കില്ല. കാരണം A1ഉം A2ഉം A4 ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. A3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ നഷ്ടങ്ങളൊന്നുമില്ലാതെ 6 എന്ന് പറയുന്ന പ്രോഫിറ്റ് ഉറപ്പുവരുത്താൻ പറ്റും. അപ്പോൾ A3 എന്ന് പറയുന്ന സ്ട്രാറ്റജി മാത്രമാണ് ഫേം എ ഉപയോഗിക്കുന്നത്. ഫേം ബി ഉപയോഗിക്കുന്നത് B3 എന്ന് പറയുന്ന സ്ട്രാറ്റജി ആയിരിക്കും. B3 എന്ന് പറയുന്ന സ്ട്രാറ്റജി ആയിരിക്കും ഫേം ബി ഉപയോഗിക്കുന്നത്. B1, B2, B4, B5 ഒന്നും ഉപയോഗിക്കില്ല. കാരണം അവിടെയൊക്കെ ഭയങ്കര ലോസുകളുണ്ട്. അതുകൊണ്ട് ഫേം ബി ത്രൂ ഔട്ട് ദ ഗെയിം B3 എന്ന് പറയുന്ന സ്ട്രാറ്റജി ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് മിനിമം ലോസേ സംഭവിക്കുള്ളൂ. 6 മിനിമം ലോസ്. സോ 2 പ്ലെയറിനും സിംഗിൾ സ്ട്രാറ്റജിയേ ഉള്ളൂ. സിംഗിൾ സ്ട്രാറ്റജിയുമായിട്ടാണ് കളിക്കുന്നത്. അത്തരം സിംഗിൾ സ്ട്രാറ്റജിനെ നമ്മൾ പറയുന്ന പേരാണ് പ്യുവർ സ്ട്രാറ്റജി. വെൻ ദ പ്ലേയേഴ്സ് ഓഫ് ദി ഗെയിം യൂസ് സിംഗിൾ സ്ട്രാറ്റജി ഓൾ ദ ടൈംസ് സച്ച് സ്ട്രാറ്റജി ഈസ് കോൾഡ് പ്യുവർ സ്ട്രാറ്റജി. അപ്പോൾ എന്താ പ്യുവർ സ്ട്രാറ്റജി എന്നുള്ളത് 2 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്, നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ അടുത്തത് സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതേണ്ടത്
ഗെയിം വിത്തൗട്ട് സാഡിൽ പോയിന്റ്. പലപ്പോഴും ഗെയിമിന് സാഡിൽ പോയിന്റ് ഉണ്ടാവില്ല. അതായത് മാക്സിമിൻ വാല്യൂം മിനിമാക്സ് വാല്യൂം ഒന്നാകണം എന്നില്ല. അത്തരം ഗെയിമുകളെ നമ്മൾ പറയുന്ന പേരാണ് ഗെയിം വിത്തൗട്ട് സാഡിൽ പോയിന്റ്. ഗെയിം വിത്തൗട്ട് സാഡിൽ പോയിന്റ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഈ തന്നിരിക്കുന്നത്. ഇത് പ്ലെയർ എ പ്ലെയർ ബിയുടെ ഗെയിമാണ്. ഇതിൽ പ്ലെയർ എയുടെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള പേ ഓഫ് മാട്രിക്സ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. ഓക്കെ, പ്ലെയർ എ ആണ് ഒഫൻസീവ് പ്ലെയർ. സോ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവില് പ്ലെയർ എക്ക് 3 സ്ട്രാറ്റജീസ് ആണുള്ളത്, 1, 2, 3. പ്ലെയർ ബിക്ക് 4 സ്ട്രാറ്റജീസ് ആണുള്ളത്, 1, 2, 3, 4. ഓക്കെ, ഓരോ സിറ്റുവേഷനിലും പ്ലെയർ എക്ക് കിട്ടുന്ന ഔട്ട്കമ്മുകളാണ് ഇതിൽ കാണുന്നത്. 19, 15, 17, 16, 6, 20, 15, 5. ഓക്കെ, സോ ഇതില് എങ്ങനെയാണ് പ്ലെയർ എ മാക്സിമിൻ സ്ട്രാറ്റജി എടുത്ത് നോക്കൂ. 15, 6, 5 ഇതാണ് മിനിമങ്ങള്. അതിലെ മാക്സിമം എന്ന് പറയുന്നത് 15 ആണ്. സോ പ്ലെയർ എയുടെ മാക്സിമിൻ വാല്യൂ ഇസ് 15. പ്ലെയർ ബിയുടെ മിനിമാക്സ് വാല്യൂ നോക്കും. മാക്സിമം വാല്യൂസ് 19, 20, 17, 16. അതിൽ മിനിമം ഏതാണ്? 16 ആണ് വരുന്നത്. സോ മിനിമാക്സ് വാല്യൂ 16ഉം മാക്സിമിൻ വാല്യൂ 15ഉമാണ്. ബോത്ത് ആർ ഡിഫറെന്റ്. സോ ദർ ഇസ് നോ സാഡിൽ പോയിന്റ്. സാഡിൽ പോയിന്റ് ഇല്ല ഈ ഗെയിമിൽ. സോ സാഡിൽ പോയിന്റ് ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാൽ പ്ലെയർ എക്ക് ഒരു സിംഗിൾ സ്ട്രാറ്റജി അല്ല യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാഡിൽ പോയിന്റ് ഇല്ലാത്ത സിറ്റുവേഷൻസിൽ ഒരു പ്ലെയർ ഒരു സിംഗിൾ സ്ട്രാറ്റജിയുമായിട്ട് ഗെയിം കളിക്കാൻ പറ്റില്ല. സോ പ്ലെയർ എ ഹാസ് ടു യൂസ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് 3 strategies. Player B also have to use a combination of these 4 strategies. സിംഗിൾ സ്ട്രാറ്റജി ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം സാഡിൽ പോയിന്റ് ഇല്ല. ഓക്കെ, സോ നമ്മൾ എന്താണ് ഹിയർ പ്ലെയർ എ ഹാസ് ടു യൂസ് എ കോമ്പിനേഷൻ ഓഫ് സ്ട്രാറ്റജീസ് 1, 2 and 3. ലൈക്ക് ദാറ്റ് പ്ലെയർ ബി ഓൾസോ ഹാസ് ടു യൂസ് എ കോമ്പിനേഷൻ ഓഫ് 1, 2, 3, 4. ഇറ്റ് ഈസ് കോൾഡ് മിക്സഡ് സ്ട്രാറ്റജി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതണം. മിക്സഡ് സ്ട്രാറ്റജി. മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വെൻ എ ഗെയിം ഹാസ് നോ സാഡൽ പോയിന്റ്. ഗെയിമിന് സാഡൽ പോയിന്റ് ഇല്ലെങ്കിൽ, ഇവിടെ സിറ്റുവേഷൻ അതാണ്. മാക്സിമിൻ 15ഉം മിനിമാക്സ് 16ഉം ആയിരുന്നു. സോ സാഡൽ പോയിന്റ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ദ പ്ലെയേഴ്സ് ഓഫ് ദ ഗെയിം ഹാവ് ടു അഡോപ്റ്റ് എ കോമ്പിനേഷൻ ഓഫ് 2 or more സ്ട്രാറ്റജീസ്. പ്ലെയേഴ്സ് ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കണം, 2ഓ അതിലധികമോ സ്ട്രാറ്റജികളുടെ കോമ്പിനേഷൻ ഉപയോഗിക്കണം. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് മിക്സഡ് സ്ട്രാറ്റജി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കഴിഞ്ഞ എക്സാമ്പിളിൽ സാഡൽ പോയിന്റ് ഉണ്ടാകുമ്പോൾ പ്ലെയർ എക്ക് ഒരു സിംഗിൾ സ്ട്രാറ്റജിയാണ് ഉണ്ടായിരുന്നത്, പ്ലെയർ ബിക്കും ഒരു സിംഗിൾ സ്ട്രാറ്റജി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെ സിംഗിൾ സ്ട്രാറ്റജി എന്ന് പറയുന്ന പരിപാടി പറ്റില്ല. പ്ലെയർ എ 1, 2, 3യുടെ ഒരു കോമ്പിനേഷൻ കണ്ടെത്തണം. പ്ലെയർ ബിയും അതെ 1, 2, 3, 4ന്റെ ഒരു കോമ്പിനേഷൻ കണ്ടെത്തണം. ആ കോമ്പിനേഷൻ എന്താകണം എന്നുള്ളതാണ് നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് നമ്മൾ ഈ ഇത്തരം പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കോമ്പിനേഷൻ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. സാഡിൽ പോയിന്റ് ഇല്ലാത്ത ഒരു ഗെയിമില് എങ്ങനെയാണ് പ്ലെയർ എയുടെ ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് സ്ട്രാറ്റജീസ് കണ്ടെത്തണം, പ്ലെയർ ബിയുടെ ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് സ്ട്രാറ്റജീസ് കണ്ടെത്തണം. അപ്പൊ അതെങ്ങനെയാണ്? ഹിയർ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി ഒപ്റ്റിമം മിക്സഡ് സ്ട്രാറ്റജി ഫോർ പ്ലെയർ എ ആൻഡ് പ്ലെയർ ബി, വി യൂസ് പ്രോബബിലിറ്റി മെത്തേഡ്. പ്രോബബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ മാക്സിമിൻ മിനിമാക്സ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് കാര്യമില്ല. കാരണം മാക്സിമിൻ മിനിമാക്സ് സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാഡിൽ പോയിന്റ് വേണം. അത്തരം സിറ്റുവേഷനിലെ മാക്സിമിനും മിനിമാക്സും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് സാഡിൽ പോയിന്റ് ഇല്ല. സോ കോമ്പിനേഷൻ ആണ് കണ്ടെത്തുന്നത്. കോമ്പിനേഷൻ കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത്? പ്രോബബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആൽജബ്രിക് മെത്തേഡ് എന്നും കൂടെ ഇതിനെ പറയും. ഇത്തരം ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ പ്രോബബിലിറ്റി മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫോർ യൂസിങ് പ്രോബബിലിറ്റി മെത്തേഡ് വി നീഡ് 2x2 മാട്രിക്സ്. നമുക്ക് 2x2 മാട്രിക്സ് ആണെങ്കിൽ മാത്രമാണ് പ്രോബബിലിറ്റി മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പ്രോബബിലിറ്റി മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് 2x2 മാട്രിക്സ് ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമുക്ക് 2x2 മാട്രിക്സ് അല്ല, 3x4 മാട്രിക്സ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3x4 മാട്രിക്സിനെ 2x2 മാട്രിക്സിലേക്ക് കൺവെർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്.
ഓക്കെ. അപ്പൊ നിങ്ങള് ശ്രദ്ധിച്ചോളൂ. മിക്സഡ് സ്ട്രാറ്റജിയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ സാഡിൽ പോയിന്റ് ഇല്ലാത്ത ഒരു ഗെയിമാണ് ഇത്. സാഡിൽ പോയിന്റ് ഇല്ലാത്ത ഒരു ഗെയിമിൽ നമ്മൾ മിക്സഡ് സ്ട്രാറ്റജിയാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെ മിക്സഡ് സ്ട്രാറ്റജി കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് പ്രോബബിലിറ്റി മെത്തേഡാണ്. പക്ഷെ പ്രോബബിലിറ്റി മെത്തേഡ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വി നീഡ് 2x2 മാട്രിക്സ്. 2x2 മാട്രിക്സ് ആണ് വേണ്ടത്. ഇത് 3x4 മാട്രിക്സ് ആയതുകൊണ്ട് നമ്മൾ ഈ 3x4 മാട്രിക്സിനെ 2x2 മാട്രിക്സിലേക്ക് കൺവെർട്ട് ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഡോമിനൻസ് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ്. ഡോമിനൻസ് പ്രിൻസിപ്പിൾ എന്താണ്? ഡോമിനൻസ് പ്രിൻസിപ്പിൾ എന്നുള്ളത് നോക്കിട്ടോ. പ്ലെയർ എക്ക് 3 സ്ട്രാറ്റജീസ് ആണുള്ളത്. 3 സ്ട്രാറ്റജീസ് ആണുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ഫുള്ളി അടുത്ത സ്ട്രാറ്റജിയേക്കാൾ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി മുഴുവനായിട്ടും അടുത്ത സ്ട്രാറ്റജിനേക്കാൾ ഡോമിനന്റ് ആണെങ്കിൽ ആ ഡോമിനന്റ് സ്ട്രാറ്റജി നിലനിർത്തിക്കൊണ്ട് ഇൻഫീരിയർ സ്ട്രാറ്റജിനെ നമ്മൾ ഒഴിവാക്കും. അങ്ങനെ നമുക്ക് ഈ 3 കോളങ്ങളിൽ ഒരു കോളത്തിനെ ഒഴിവാക്കണമല്ലോ. നമുക്ക് 2x2 മാട്രിക്സിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 3 റോ ഉണ്ട്. സോറി, കോളല്ല. പ്ലെയർ എനെ സംബന്ധിച്ചോളം ഓരോ സ്ട്രാറ്റജിയും റോയിലാണല്ലോ കിടന്നത്. സോ ഈ 3 റോസിലെ ഏതെങ്കിലും ഒരു റോ നമുക്ക് ഒഴിവാക്കണം. അപ്പൊ നമുക്ക് ഈ 3 റോസിലെ ഇൻഫീരിയർ ആയിട്ടുള്ള റോ ഏതാണെന്നുള്ളത് കണ്ടെത്തണം. ഡോമിനന്റ് ആയിട്ടുള്ള റോ നിലനിർത്തിയിട്ട് ഇൻഫീരിയർ ആയിട്ടുള്ള റോവിനെ നമ്മൾ ഒഴിവാക്കും. അങ്ങനെ 3 എന്നുള്ളത് 2 ആക്കി മാറ്റും. നമുക്ക് എങ്ങനെയാ അത് ഒഴിവാക്കേണ്ടതെന്ന് നോക്കിക്കോളൂ കേട്ടോ. റെഡ്യൂസിങ് ടു 2x2 മാട്രിക്സ് ബൈ യൂസിങ് ഡോമിനൻസ് പ്രിൻസിപ്പിൾ. ഡോമിനൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് 2x2 മാട്രിക്സിലേക്ക് കൺവെർട്ട് ചെയ്യണം നോക്കിക്കോളൂ കേട്ടോ. ആദ്യം നമ്മൾ റോ ഒഴിവാക്കാം. പ്ലെയർ എനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു റോ ഉണ്ട്. ഇതിൽ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് 1 ആവാം, 2 ആവാം, 3 ആവാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഡോമിനന്റ് ആണെന്ന് അർത്ഥം. സോ ഡോമിനന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിനെ നിലനിർത്തിയിട്ട് ഇൻഫീരിയർ ആയിട്ടുള്ള സ്ട്രാറ്റജിനെ നമ്മൾ ഒഴിവാക്കാൻ പോവാണ്. അതിൽ ഏതാണ് ഇൻഫീരിയർ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് കണ്ടെത്താൻ നമ്മൾ പെയർ വൈസ് അനാലിസിസ് ആണ് നടത്തുക. പെയർ വൈസ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. ഓരോ സ്ട്രാറ്റജിയും കമ്പയർ ചെയ്യും. പെയർ വൈസ് ആയിട്ട് ഓരോ സ്ട്രാറ്റജിയും നമ്മൾ കമ്പയർ ചെയ്യും. അതിൽ എല്ലാ സിറ്റുവേഷനിലും കൂടുതൽ പേ ഓഫ് തരുന്ന സ്ട്രാറ്റജി ഡോമിനന്റ് ആണ്. ഒന്നുകൂടെ ഞാൻ പറയാം, എല്ലാ സിറ്റുവേഷനിലും കൂടുതൽ പേ ഓഫ് തരുന്ന സ്ട്രാറ്റജി ഡോമിനന്റ് ആണ്. കാരണം പ്ലെയർ എ ഒഫൻസീവ് പ്ലെയർ ആണ്. അവർക്ക് കൂടുതൽ പേ ഓഫ് ആണ് വേണ്ടത്. സോ കൂടുതൽ പേ ഓഫ് തരുന്ന സ്ട്രാറ്റജി ഡോമിനന്റ് സ്ട്രാറ്റജി ആയിരിക്കും. അത് നിലനിർത്തും. ഇൻഫീരിയർ സ്ട്രാറ്റജി നമ്മൾ ഒഴിവാക്കും. എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. റോ വൈസ് അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓരോ സ്ട്രാറ്റജിയും പെയർ വൈസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. ആദ്യം 1ഉം 2ഉം തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 1ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്യണം. റോ വൈസ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. 19, 6. 19 ആണ് വലുത്. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനിൽ 19 ആണ് വലുത്, 1 ആണ് സുപ്പീരിയർ, 1 ആണ് ഡോമിനന്റ്. പക്ഷെ രണ്ടാമത്തെ സിറ്റുവേഷനിൽ വന്നപ്പോൾ 15 ചെറുതായി, 20 വലുതായി. അപ്പോൾ കൂടുതൽ പേ ഓഫ് തരുന്നത് രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ്. നമ്മൾ 1ഉം 2ഉം തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷനിൽ 1 ഡോമിനന്റ് ആണ്, 19 ആണ്, 6നേക്കാൾ വലുത്. പക്ഷെ രണ്ടാമത്തെ സിറ്റുവേഷൻ വന്നപ്പോൾ 2ആയി ഡോമിനന്റ്, 15 ചെറുതാണ്, 20 വലുതാണ്. മൂന്നാമത്തെ സിറ്റുവേഷനിൽ ഒന്നാമത്തെ സ്ട്രാറ്റജി തന്നെയാണ് വലുത്. കാരണം 17, 15 കൂടുതൽ പേ ഓഫ് തരുന്നത് ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ്. നാലാമത്തെ സിറ്റുവേഷനിൽ 16 ആണ് വലുത്, 5, 16 ആണ് വലുത്. അപ്പൊ 3 സിറ്റുവേഷനുകളിൽ ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ് വലുത്. പക്ഷെ രണ്ടാമത്തെ സിറ്റുവേഷനിൽ മാത്രം ഒന്നാമത്തെ സ്ട്രാറ്റജി ഇൻഫീരിയർ ആണ്, രണ്ടാമത്തെ സ്ട്രാറ്റജി വലുതാണ്. അപ്പൊ നമുക്ക് ഇവിടെ 1ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 1 മുഴുവനായിട്ടും ഡോമിനന്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 3 സിറ്റുവേഷനിൽ ഡോമിനന്റ് ആണ്, പക്ഷെ ഒരു സിറ്റുവേഷനിൽ ഇൻഫീരിയർ ആണ്. സോ 1ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മുഴുവനായിട്ടും ഡോമിനന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കമ്പാരിസൺ മാറ്റിയിട്ട് 1ഉം 3ഉം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. 1ഉം 3ഉം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് 1ഉം 3ഉം തമ്മിലാണ്. ഒന്നാമത്തെ സിറ്റുവേഷനിൽ 19, 10. അപ്പോൾ 1 ആണ് വലുത്. രണ്ടാമത്തെ സിറ്റുവേഷനിൽ 15, 12. അപ്പോഴും 1 ആണ് വലുത്. മൂന്നാമത്തെ സിറ്റുവേഷനിൽ 17, 5. അപ്പോഴും 1 ആണ് വലുത്. നാലാമത്തെ സിറ്റുവേഷനിൽ 16, 8. അപ്പോഴും 1 ആണ് വലുത്. സോ എല്ലാ സിറ്റുവേഷനിലും 1 ആണ് വലുത്. 1ഉം 3ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാ സിറ്റുവേഷനിലും 1 ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്, എല്ലാ സിറ്റുവേഷനിലും. സോ നമുക്ക് പറയാം 1ഉം 3ഉം തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 ആണ് ഡോമിനന്റ്,
3 ഇൻഫീരിയർ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. സോ ആ ഇൻഫീരിയർ ആയിട്ടുള്ള 1ഉം 3ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 3 ഇൻഫീരിയർ ആയതുകൊണ്ട് 3 എന്ന് പറയുന്ന റോ നമ്മൾ ഒഴിവാക്കുകയാണ്. 3 എന്ന് പറയുന്ന റോ നമുക്ക് ആവശ്യമില്ല. കാരണം 3 ഇൻഫീരിയർ ആണ്. ആസ് കമ്പയർഡ് ടു 1, 3 ഈസ് ഇൻഫീരിയർ. അതുകൊണ്ട് തന്നെ നമ്മൾ 3നെ നമുക്ക് ഒഴിവാക്കി. അങ്ങനെ നമുക്ക് ശല്യമായ ഒരു റോ ഒഴിവായി കിട്ടി. ഇനി നമുക്ക് റോ വൈസ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം റോ 2 ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കോളം 4 ഉണ്ട്. ആ 4 എന്ന് പറയുന്നത് 2 മാറ്റണം. അതാണ് ഇനി അടുത്ത പണി. അതിന് നമ്മൾ കോളം വൈസ് അനാലിസിസ് ആണ് നടത്തേണ്ടത്. കോളം വൈസ് അനാലിസിസ് നടത്തേണ്ടത് പ്ലെയർ ബിയുടെ പോയിന്റ് ഓഫ് വ്യൂയിലാണ്. പ്ലെയർ ബിയുടെ ഓരോ സ്ട്രാറ്റജിയാണ് 1, 2, 3, 4. പ്ലെയർ ബിയുടെ 4 സ്ട്രാറ്റജികളിൽ ഏതെങ്കിലും 2 സ്ട്രാറ്റജി നമുക്ക് ഒഴിവാക്കണം. കോളം വൈസ് അനാലിസിസ് എപ്പോഴും പ്ലെയർ ബി ഡിഫൻസീവ് പ്ലെയറിനെ സംബന്ധിച്ചോളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ പ്ലെയർ എയുടെ എങ്ങനെ കണ്ടെത്തിയെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാണ്. പ്ലെയർ എ കമ്പയർസ് ഹിസ് സ്ട്രാറ്റജി പെയർ വൈസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡോമിനന്റ് സ്ട്രാറ്റജി ഓവർ ദ അതർ ആൻഡ് റിമൂവ് ദ ഇൻഫീരിയർ സ്ട്രാറ്റജി. ഇൻഫീരിയർ സ്ട്രാറ്റജി നമ്മൾ ഒഴിവാക്കി. 3ാമത്തെ സ്ട്രാറ്റജി നമ്മൾ ഒഴിവാക്കി. ഫോർ പ്ലെയർ എ സ്ട്രാറ്റജി ദാറ്റ് ഗീവ്സ് മോർ ഓർ ഈക്വൽ പേ ഓഫ്. കൂടുതൽ പേ ഓഫ് തരുന്നതായിരുന്നു പ്ലെയർ എയെ സംബന്ധിച്ചോളം ഡോമിനന്റ് സ്ട്രാറ്റജി. അത് നിലനിർത്തിയിട്ട് ഇൻഫീരിയർ സ്ട്രാറ്റജി നമ്മൾ ഒഴിവാക്കി. ഇനി പ്ലെയർ ബിനെ സംബന്ധിച്ചോളം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് നോക്കാം. പ്ലെയർ ബിക്ക് 4 സ്ട്രാറ്റജി ഉള്ളത്. അതിൽ ഇൻഫീരിയർ സ്ട്രാറ്റജി നമ്മൾ ഒഴിവാക്കണം. പക്ഷെ ഇവിടെ നമുക്കൊന്ന് മാറി ചിന്തിക്കണം. പ്ലെയർ ബിനെ സംബന്ധിച്ചോളം ഇതൊക്കെ ലോസ് ആണ് കേട്ടോ. പ്ലെയർ എക്ക് കിട്ടുന്ന ഗെയിനുകളൊക്കെ പ്ലെയർ ബിക്ക് എന്താണ് ലോസ് ആണ്. ഇവിടെ 19 ലോസ്, 6 ലോസ്, 15 ലോസ്, 20 ലോസ്, 17 ലോസ്, 15 ലോസ്, 16 ലോസ്, 5 ലോസ്. സോ ഇതിലെ ഏറ്റവും ചെറിയ ലോസ് ആണ് പ്ലെയർ ബിക്ക് ഇഷ്ടം. സോ ഇതിൽ ചെറിയ പേ ഓഫ് തരുന്നതാണ് പ്ലെയർ ബിക്ക് സന്തോഷം തരുന്നത്. ചെറിയ പേ ഓഫ് എന്ന് പറഞ്ഞാൽ ചെറിയ ലോസ്. ചെറിയ ലോസ് തരുന്ന സ്ട്രാറ്റജി ഡോമിനന്റ് സ്ട്രാറ്റജിയും വലിയ ലോസ് തരുന്ന സ്ട്രാറ്റജി ഇൻഫീരിയർ സ്ട്രാറ്റജിയും ആയിരിക്കും പ്ലെയർ ബിനെ സംബന്ധിച്ചോളം. സോ പ്ലെയർ ബിക്ക് ഈ 4 സ്ട്രാറ്റജികളിൽ 2 സ്ട്രാറ്റജി ഒഴിവാക്കണം. ആ 2 സ്ട്രാറ്റജികൾ ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോസ് തരുന്ന സ്ട്രാറ്റജികൾ ഒഴിവാക്കും. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലോസ് തരുന്ന സ്ട്രാറ്റജി ആയിരിക്കും പ്ലെയർ ബി ഒഴിവാക്കുന്നത്. കാരണം ഇത് പ്ലെയർ ബിനെ സംബന്ധിച്ചോളം ഇതൊക്കെ ലോസുകളാണ്. സോ ഏറ്റവും കൂടുതൽ ലോസ് ആരാണോ തരുന്നത് ആ സ്ട്രാറ്റജി ഒഴിവാക്കും. ഓക്കെ. സോ എങ്ങനെയാണ് പ്ലെയർ ബിയുടെ എന്താണ് ഡോമിനന്റ് സ്ട്രാറ്റജി കണ്ടെത്തുന്നത് നോക്കിക്കോട്ടോ. പ്ലെയർ ബി കമ്പയർ ഹിസ് സ്ട്രാറ്റജി പെയർ വൈസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡോമിനന്റ് സ്ട്രാറ്റജി ഓവർ ദ അതർ ആൻഡ് റിമൂവ് ദ ഇൻഫീരിയർ സ്ട്രാറ്റജി. ഇൻഫീരിയർ സ്ട്രാറ്റജി റിമൂവ് ചെയ്യുന്നു. ഫോർ പ്ലെയർ ബി എന്താണ് ഡോമിനന്റ് സ്ട്രാറ്റജി? സ്ട്രാറ്റജി ദാറ്റ് ഗീവ്സ് ലെസ് ഓർ ഈക്വൽ പേ ഓഫ്. കണ്ടോ, ഇവിടെ ലെസ് ഓർ ഈക്വൽ പേ ഓഫ്. ഇവിടെ മോർ ആണ് പ്ലെയർ എക്ക് നമ്മൾ കണ്ടെത്തിയത്. ഇവിടെ ലെസ് ആണ് നമ്മൾ പ്ലെയർ ബിക്ക് കണ്ടെത്തുന്നത്. കാരണം ഇവിടെ ലോസ് ആണല്ലോ. ലോസ് ഏറ്റവും കുറവുള്ളതാണ് ഡോമിനന്റ് സ്ട്രാറ്റജി. ഇൻ ഓൾ സിറ്റുവേഷൻ ആസ് കമ്പയർ ടു അനദർ സ്ട്രാറ്റജി ഈസ് ഡോമിനന്റ്. എല്ലാ സിറ്റുവേഷനിലും കുറവ് ലോസ് തരുന്ന സ്ട്രാറ്റജി ഡോമിനന്റ് ആണ്. മറ്റേത് ഇൻഫീരിയർ ആണ്. അത് നമ്മൾ ഒഴിവാക്കും. ഇവിടെ നമ്മൾ കോളം വൈസ് അനാലിസിസ് ആണ് നടത്തുന്നത്. സോ നമ്മൾ 1 എന്ന് പറയുന്ന കോളം 2 എന്ന് പറയുന്ന കോളം ആദ്യം കമ്പയർ ചെയ്ത് നോക്കാം. എന്നിട്ട് ഏറ്റവും കുറവ് ലോസ് ആയതാ തരണേ എന്നുള്ളത് നോക്കാം. 1ഉം 2ഉം കമ്പയർ ചെയ്തു. ഒന്നാമത്തെ 19ഉം 15ഉം. 15ആണ് ചെറുത്. അപ്പോൾ 15ആണ് ചെറുത്, 2ആണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ രണ്ടാമത്തെ സിറ്റുവേഷനിൽ വന്നപ്പോൾ 6ഉം 20ഉം. 6ആണ് ചെറുത്. അപ്പോൾ 1 ഡോമിനേറ്റ് ചെയ്തു. ആദ്യത്തെ കേസിൽ 2 ഡോമിനേറ്റ് ചെയ്തു. 15ആണ് ചെറുത് 19ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. രണ്ടാമത്തേതിൽ 20നേക്കാൾ ചെറുത് 6ആണ്. സോ 1 ഡോമിനന്റ് ആയി. അപ്പോൾ 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ 2 സിറ്റുവേഷനിലും കുറവ് തരുന്ന ഒരു സ്ട്രാറ്റജി ഇല്ല. അപ്പോൾ ഒരു സ്ട്രാറ്റജി ഡോമിനന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ 1ഉം 2ഉം കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഏതെങ്കിലും ഒരു ഡോമിനന്റ് സ്ട്രാറ്റജിനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്തു? 1ഉം 3ഉം തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 1ഉം 3ഉം. ഓക്കെ. 1ഉം 3ഉം കോളം വൈസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. 17ഉം 19ഉം. 17ആണ് ചെറുത്. 3 ഡോമിനന്റ് ആണ്. ഓക്കെ. പക്ഷെ അടുത്ത സിറ്റുവേഷനിൽ 15ഉം 6ഉം. 6ആണ് ചെറുത്. അപ്പോൾ 1ആയി ഡോമിനന്റ്. അപ്പൊ എല്ലാ സിറ്റുവേഷനിലും 3നേക്കാൾ ഡോമിനന്റ് ആണ് 1എന്നോ 1നേക്കാൾ ഡോമിനന്റ് ആണ് 3 എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എഗെയിൻ എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ഡോമിനന്റ് സ്ട്രാറ്റജി കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. 3ഉം 4ഉം തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 3ഉം 4ഉം. ഒന്നാമത്തെ സിറ്റുവേഷനിൽ 17, 16. 16ആണ് ചെറുത്. 17 വലുതാണ്. സോ ഇത് കൂടുതൽ ലോസ് ഉണ്ടാക്കുന്ന ആദ്യത്തെ സിറ്റുവേഷനിൽ കൂടുതൽ ലോസ് തരുന്നത് 3ആണ്. കുറവ് ലോസ് തരുന്നത് 4ആണ്. 4ആണ് നല്ലത്. രണ്ടാമത്തെ സിറ്റുവേഷനിലോ
രണ്ടാമത്തെ സിറ്റുവേഷനിലും 15, 5. 5 ചെറുത്, 15 വലുതാണ്. സോ 3ഉം 4 2 സ്ട്രാറ്റജികൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 4 എന്ന് പറയുന്ന സ്ട്രാറ്റജി 2 സിറ്റുവേഷനിലും ചെറിയ ലോസ് ആണ് തരുന്നത്. 3 എന്ന് പറയുന്ന സ്ട്രാറ്റജി 2 സിറ്റുവേഷനിലും വലിയ ലോസ് ആണ് തരുന്നത്. 3ഉം 4ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. 17, 16. 17 വലുതാണ്, 16 ചെറുതാണ്. 15, 5. 15 വലുതാണ്, 5 ചെറുതാണ്. സോ ഇവൻ നല്ല സ്ട്രാറ്റജിയാണ്. 3ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4 സുപ്പീരിയർ ആണ്. കാരണം 4 എപ്പോഴും കുറവ് ലോസ് ആണ് തരുന്നത്, 3 വലിയ ലോസ് ആണ് തരുന്നത്. സോ 3 എന്ന് പറയുന്ന സ്ട്രാറ്റജി ബി ഒഴിവാക്കും. ഓക്കെ, ഇനി 1ഉം 4ഉം തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 1ഉം 4ഉം തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഏതാണ് സുപ്പീരിയർ, ഏതാണ് ഇൻഫീരിയർ എന്നുള്ളത് നോക്കാം. ഏതാണ് ഡോമിനന്റ്, ഏതാണ് ഇൻഫീരിയർ എന്നുള്ളത് നോക്കാം. 1, 4 കേട്ടോ. 1ഉം 4ഉം തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. 19, 16. 16 ആണ് ചെറുത്, ഇവൻ നല്ലതാണ്. 6, 5. എഗെയിൻ 5 ആണ് ചെറുത്, 4 ആണ് നല്ലത്. സോ നാലാമത്തെ സ്ട്രാറ്റജി സുപ്പീരിയർ, ഡോമിനന്റ് ആണ് ആസ് കമ്പയർ ടു ഒന്നാമത്തെ സ്ട്രാറ്റജി. ഒന്നാമത്തെ സ്ട്രാറ്റജി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാലാമത്തെ സ്ട്രാറ്റജി എഗെയിൻ ഡോമിനന്റ് ആയി. അപ്പൊ നമ്മൾ ഒന്നാമത്തെ സ്ട്രാറ്റജി കളഞ്ഞു. അങ്ങനെ 2 റോ നമ്മൾ കളഞ്ഞിരിക്കുകയാണ്. 2 കോളങ്ങൾ നമ്മൾ കളഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് കോളങ്ങൾ കളഞ്ഞതെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ചു തരാം. നമുക്ക് ആദ്യം 4 സ്ട്രാറ്റജികളാണ് ഉണ്ടായിരുന്നത് പ്ലെയർ ബിക്ക്. അതിൽ ഇൻഫീരിയർ ആയിട്ടുള്ള സ്ട്രാറ്റജി കളയണം, സുപ്പീരിയർ ആയിട്ടുള്ള സ്ട്രാറ്റജി നിലനിർത്തണം. ഇതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പൊ എങ്ങനെ ഇൻഫീരിയർ സ്ട്രാറ്റജി കണ്ടെത്തുന്നത്? കൂടുതൽ ലോസ് തരുന്ന സ്ട്രാറ്റജി ഇൻഫീരിയർ ആണ്. അപ്പൊ നമ്മൾ 1ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി. 1ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി 15 ചെറുതാണ് 19നേക്കാൾ, പക്ഷെ 6ആണ് ഇവിടെ ചെറുത്. അപ്പോൾ മാറി. 1ഉം 2ലും ഏതെങ്കിലും ഒന്ന് സുപ്പീരിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. 1ഉം 3യും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി. ആദ്യത്തെ സിറ്റുവേഷനിൽ 19, 17. 17 ആണ് ചെറുത്. രണ്ടാമത്തെ സിറ്റുവേഷനിൽ 6, 15. 6 ആണ് ചെറുത്. അപ്പോൾ 1, 3നേക്കാൾ മുഴുവൻ ഡോമിനന്റ് ആണെന്നോ ഇൻഫീരിയർ ആണെന്നോ നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3ഉം 4ഉം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് 2 സിറ്റുവേഷനിലും ചെറുത് തരുന്ന സ്ട്രാറ്റജി കിട്ടി. 17, 16. 16 ചെറുത്. 15, 5. 5 ചെറുത്. അപ്പൊ നാലാമത്തെ സ്ട്രാറ്റജി നല്ലതാണ്, മൂന്നാമത്തെ സ്ട്രാറ്റജി മോശമാണെന്ന് നമുക്ക് മനസ്സിലായി. സോ മൂന്നാമത്തെ സ്ട്രാറ്റജി കളഞ്ഞു. ഇനി 1ഉം 4ഉം തമ്മിൽ കമ്പയർ ചെയ്തപ്പോഴും നമുക്ക് ഇത് തന്നെ കിട്ടി. 19, 16. 16 ആണ് ചെറുത്. 6, 5. 5 ആണ് ചെറുത്. അപ്പൊ 2 സിറ്റുവേഷനിലും 4ആണ് എന്തിനേക്കാൾ വലുത്? 1നേക്കാൾ വലുത് എന്നുള്ളത് നമ്മൾ കിട്ടി. അതും കളഞ്ഞു. അങ്ങനെ നമ്മൾ 2 കോളത്തിലേക്ക് എത്തി. ഇപ്പൊ നമുക്ക് 2x2 മാട്രിക്സ് ആയിട്ട് മാറ്റാൻ കഴിഞ്ഞു. നമ്മൾ എന്ത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് 2x2 മാട്രിക്സ് കണ്ടെത്തിയത്? ഡോമിനൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് 2x2 മാട്രിക്സിലേക്ക് മാറ്റിയത്. ഇൻഫീരിയർ ആയിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ ഒഴിവാക്കി. പ്ലെയർ എക്ക് ഇൻഫീരിയർ ആയിട്ടുള്ള സ്ട്രാറ്റജി എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഡോമിനന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി പറഞ്ഞാൽ കൂടുതൽ പേ ഓഫ് തരുന്നത് ഡോമിനന്റും കുറവ് പേ ഓഫ് തരുന്നത് ഇൻഫീരിയറുമാണ്. ആ ഇൻഫീരിയർ നമ്മൾ ഒഴിവാക്കി പ്ലെയർ എനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ നേരെ മറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്ലെയർ ബിയെ സംബന്ധിച്ചിടത്തോളം. കുറവ് ലോസ് തരുന്ന സ്ട്രാറ്റജി എല്ലാ സിറ്റുവേഷനിലും ഉണ്ടാവും. എല്ലാ സിറ്റുവേഷനിലും കുറവ് പേ ഓഫ് തരുന്ന സ്ട്രാറ്റജി സുപ്പീരിയർ ആണ്. കൂടുതൽ ലോസ് തരുന്ന സ്ട്രാറ്റജി ഇൻഫീരിയർ ആണ്. അത് കളഞ്ഞു. കൂടുതൽ ലോസ് തരുന്ന സ്ട്രാറ്റജി നമ്മൾ കളഞ്ഞു. പ്ലെയർ ബിയെ സംബന്ധിച്ചിടത്തോളം കോളം വൈസ് അനാലിസിസ് ആണ് നടത്തുന്നത്. പ്ലെയർ എയെ സംബന്ധിച്ചിടത്തോളം റോ വൈസ് അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. പെയർ വൈസ് ആയിട്ടാണ് രണ്ടെണ്ണം വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ 2x2 മാട്രിക്സിലേക്ക് എത്തി. സോ 2x2 മാട്രിക്സിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്ലെയർ എക്ക് 2 സ്ട്രാറ്റജിയാണുള്ളത്, 1, 2. പ്ലെയർ ബിക്ക് 2, 4. രണ്ടാമത്തെ സ്ട്രാറ്റജിയും നാലാമത്തെ സ്ട്രാറ്റജിയുമാണ് നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3x4 മാട്രിക്സിനെ നമ്മൾ എവിടേക്ക് എത്തിച്ചു? 2x2 മാട്രിക്സിലേക്ക് എത്തിച്ചു. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ മിക്സഡ് സ്ട്രാറ്റജി കണ്ടെത്താനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്? 2x2 മാട്രിക്സിലേക്ക് ആക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഇനി പ്ലെയർ എക്ക് 1, 2 എന്ന് പറയുന്ന 2 സ്ട്രാറ്റജിയുടെ കോമ്പിനേഷനാണ് ഉപയോഗിക്കേണ്ടത്. പ്ലെയർ ബി ആണെങ്കിൽ 2, 4 എന്ന് പറയുന്ന 2 സ്ട്രാറ്റജികളുടെ കോമ്പിനേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ കോമ്പിനേഷൻ കണ്ടെത്തേണ്ടത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിലായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എങ്ങനെയാണ് ഒരു 2x2 മാട്രിക്സ് അല്ലാത്ത ഒരു മാട്രിക്സിനെ 2x2 മാട്രിക്സിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അങ്ങനെ 2x2 മാട്രിക്സിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്ലെയർ എയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് 1 and 2 സ്ട്രാറ്റജി കണ്ടെത്താൻ പറ്റും. പ്ലെയർ ബിയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് 2 and 4 സ്ട്രാറ്റജീസ് നമുക്ക്
കണ്ടെത്താൻ കഴിയും. സോ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എങ്ങനെയാണ് ഒരു 2x2 മാട്രിക്സ് അല്ലാത്ത ഒരു പേ ഓഫ് മാട്രിക്സിനെ 2x2 മാട്രിക്സിലേക്ക് കൺവെർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് പഠിക്കേണ്ടത്. അതിനാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. സോ നിങ്ങൾ അത് മനസ്സിലായതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇവിടെ 2x2 മാട്രിക്സിലേക്ക് റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ദ ഫോളോയിങ് മാട്രിക്സ് ടു 2x2 ബൈ യൂസിങ് ഡോമിനൻസ് പ്രിൻസിപ്പിൾ. ഡോമിനൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് 2x2 മാട്രിക്സിലേക്ക് ഇത് കൺവെർട്ട് ചെയ്യണം. ഇത് 3x3 മാട്രിക്സ് ആണ്. ടെക് എന്ന് പറയുന്ന ടീമിന് 3 സ്ട്രാറ്റജി ആണുള്ളത്, T1, T2, T3. സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജിക്ക് 3 സ്ട്രാറ്റജി ആണുള്ളത്, S1, S2, S3. അതിൽ ടെക് എന്ത് ചെയ്യണം, T1, T2, T3 ഏതെങ്കിലും ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള സ്ട്രാറ്റജീനെ ഒഴിവാക്കണം. അപ്പൊ കമ്പയർ ചെയ്ത് നോക്കണം. ആദ്യം T1ഉം T2ഉം തമ്മിൽ കമ്പയർ ചെയ്യുക, പിന്നെ T1ഉം T3യും തമ്മിൽ കമ്പയർ ചെയ്യുക. എല്ലാ സിറ്റുവേഷനിലും കൂടുതൽ പേ ഓഫ് തരുന്ന എന്താണ് റോ നിലനിർത്തുക, ഇൻഫീരിയർ ആയിട്ടുള്ള റോ ഒഴിവാക്കുക. അതേമാതിരി കോളം വൈസ് അനാലിസിസ് സ്റ്റേറ്റ് നടത്തും. സ്റ്റേറ്റ് എന്ന് പറയുന്ന ടീം കോളം വൈസ് അനാലിസിസ് നടത്തും. S1ഉം S2ഉം തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പൊ കുറവ് പേ ഓഫ് തരുന്നതാണ് സുപ്പീരിയർ. ഓക്കെ, കാരണം കുറവ് ലോസ് തരുന്നതാണ് സുപ്പീരിയർ. S1ഉം S2ഉം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക, S1ഉം S3യും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക, S2ഉം S3യും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരെണ്ണം ഒഴിവാക്കുക. അപ്പോൾ 2x2 മാട്രിക്സിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ 2x2 മാട്രിക്സിലേക്ക് എത്തിച്ചിട്ട് ഇന്ന് വൈകുന്നേരം എനിക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരണം. ആ 2x2 മാട്രിക്സ് ഏതാണെന്നുള്ളത് എനിക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരണം. ഓക്കെ, സോ നിങ്ങൾ ഒരു മിക്സഡ് സ്ട്രാറ്റജി കണ്ടെത്തുന്നതിന്റെ ആദ്യത്തെ പടിയാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ കണ്ടത് ഗെയിം വിത്തൗട്ട് സാഡിൽ പോയിന്റ് ആണ്. സാഡിൽ പോയിന്റ് ഇല്ലാത്ത ഗെയിം. സാഡിൽ പോയിന്റ് ഇല്ലെങ്കിൽ ഓരോ പ്ലെയറിനും ഒരു സിംഗിൾ സ്ട്രാറ്റജി ഉണ്ടാവില്ല, ഒരു മിക്സഡ് സ്ട്രാറ്റജി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കണ്ടു. ആ മിക്സഡ് സ്ട്രാറ്റജി നമ്മൾ കണ്ടെത്തുന്നത് പ്രോബബിലിറ്റി മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ പ്രോബബിലിറ്റി മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് 2x2 മാട്രിക്സ് ആണ് വേണ്ടത്. സോ 2x2 മാട്രിക്സ് അല്ലാത്ത മാട്രിക്സുകളെ 2x2 മാട്രിക്സിലേക്ക് കൺവെർട്ട് ചെയ്യാനാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ 2x2 മാട്രിക്സിലേക്ക് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മളിവിടെ. ഇനി നമ്മൾ ഇതിന്ന് കോമ്പിനേഷൻ കണ്ടെത്തണം. പ്ലെയർ എനെ സംബന്ധിച്ചോളം 1ഉം 2ഉം തമ്മിലുള്ള കോമ്പിനേഷൻ കണ്ടെത്തണം. പ്ലെയർ ബി 2ഉം 4ഉം തമ്മിലുള്ള കോമ്പിനേഷൻ. എത്ര പ്രാവശ്യം 2 ഉപയോഗിക്കണം, എത്ര പ്രാവശ്യം 4 ഉപയോഗിക്കണം. പ്ലെയർ എ എത്ര പ്രാവശ്യം 1 എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിക്കണം, എത്ര പ്രാവശ്യം 2 എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിക്കണം. ഇതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും കാണുന്നത്. അതിനു മുമ്പ് എങ്ങനെയാണ് 2x2 മാട്രിക്സിലേക്ക് കൺവെർട്ട് ചെയ്യേണ്ടത് ഡോമിനൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട്, അത് നിങ്ങൾ തറവാവണം. അപ്പോൾ ഈ ഒരു ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം. ഓക്കെ, താങ്ക് യു.